Hi everyone, this is Xavier from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ കുറേയധികം കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. സോ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ iOSൻ്റെ, അത് മാത്രമല്ല കുറേയധികം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഒഫീഷ്യലായിട്ടും ബേറ്റ ആയിട്ടും ആപ്പിൾ കുറേയധികം ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ അൺയൂഷ്വലായിട്ട് കാണുന്ന രണ്ട് ബേറ്റാസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ വിഷൻ പ്രോൻ്റെ ബേറ്റ 2ഉം പിന്നീട് സ്റ്റുഡിയോയുടെ, അതായത് സ്റ്റുഡിയോ ഡിസ്പ്ലേയുടെ ഒരു ബേറ്റയും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒഫീഷ്യൽ ബേറ്റയും പബ്ലിക് ബേറ്റയും അല്ലെങ്കിൽ ഈ പറയുന്ന ബേറ്റ ടെസ്റ്റേഴ്സിൻ്റെ ഈ ഡെവലപ്പർ ബേറ്റയുടെയും വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ എന്തായാലും കാണുക. വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്തത് നമ്മുടെ iPhone 15 ഒരു പ്രൈസ് ലീക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് ഈ പറഞ്ഞ പ്രോ സീരീസ് വരുന്നത്. ഇനിയും ആൾക്കാർ പറയുന്നത് ഈ ഒരു പ്രൈസ് നിന്ന് ചിലപ്പോൾ വേരി ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ്. കാരണം ഐഫോണിൽ ഹിസ്റ്റോറിക്കലായിട്ട് വരുന്ന ഒരു സ്വിച്ചാണ് നമ്മുടെ അലേർട്ട് സ്ലൈഡർ എന്ന് പറയുന്നത്. നമ്മുടെ വോളിയം ബ്രോക്കറിൻ്റെ തൊട്ടുപോകത്തുള്ള അലേർട്ട് സ്ലൈഡർ. അത് iPhone 15 പ്രോയിൽ മാറിയിട്ട് ഒരു കസ്റ്റമൈസബിൾ ബട്ടനായിട്ട് മാറും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 9 ആപ്ലിക്കേഷൻ വരെ, ഇപ്പോൾ നമുക്കറിയാൻ പറ്റുന്നത് 9 ആപ്ലിക്കേഷൻ വരെ അലൈൻ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മാറ്റാൻ പറ്റും. നമ്മുടെ ഐഫോണിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ആപ്പിൾ വാച്ച് അൾട്രയുടെ ആക്ഷൻ ബട്ടൺ പോലെ നമ്മുടെ iPhone 15 പ്രോയിലും ഒരു ബട്ടൺ വരുന്നുണ്ട്. ഇത് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ iOS 7ൻ്റെ ബേറ്റ 4 റിലീസ് ചെയ്തപ്പോൾ അതിൻ്റെ കോഡിങ് നമുക്ക് മനസ്സിലായി. ആ ഒരു കോഡിങ്ങിൽ തന്നെ കാണിക്കുന്നുണ്ട് 9 ആപ്ലിക്കേഷനും ഈ പറയുന്ന ആക്ഷൻ ബട്ടൺ പോലെ ഒരു കസ്റ്റമൈസബിൾ ബട്ടനും. അതുകൊണ്ട് തന്നെ iPhone 15ൻ്റെ ആ ഒരു പ്രോ സീരീസിൽ കുറച്ചധികം മാറ്റങ്ങളും സോഫ്റ്റ്വെയർ പരമായിട്ടും ഹാർഡ്വെയർ പരമായിട്ടും നമുക്ക് നല്ല രീതിക്ക് ഒരു യൂസറിനെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഫോണായിരിക്കും iPhone 15 പ്രോ എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ അടുത്തൊരു കാര്യം ഈ പറഞ്ഞ iOSലേക്ക് വരാൻ പോകുന്ന ഒരു വലിയ മാറ്റമാണ്. macOS സൊണോമ ആപ്പിൾ റിലീസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കീനോട്ടിൽ പറഞ്ഞായിരുന്നു ഒരു ഗെയിമിംഗ് മോഡ് അല്ലെങ്കിൽ ഒരു ഗെയിമിങ്ങിന് വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ macOS സൊണോമയിൽ ആപ്പിൾ കൊണ്ടുവന്നു. ആ സെയിം ഓപ്ഷൻ iOSലേക്ക് കൊണ്ടുവരാനാണ് ആപ്പിൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് താല്പര്യം അല്ലെങ്കിൽ ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടർക്കും നമുക്കറിയാവുന്ന പോലെ കുറേയധികം ഹാർഡ് കോർ ഗെയിമേഴ്സ് ഐഫോണാണ് യൂസ് ചെയ്യുന്നത്. അവർക്ക് കുറച്ചും കൂടെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് കുറേയധികം ഗെയിംസ് അവർക്ക് കളിക്കാൻ പറ്റുന്ന ആ ഒരു ഗെയിമിംഗ് മോഡ് അല്ലെങ്കിൽ ഗെയിമിംഗ് ഓപ്ഷൻ iOSലേക്ക് നമുക്ക് വരുന്നുണ്ട്. അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എയർടാഗിൻ്റെ ന്യൂസാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഷിക്കാഗോയിൽ ഒരാളുടെ വണ്ടി, അതായത് ബൈക്ക് നഷ്ടപ്പെട്ടു. ഈ ഒരു ബൈക്ക് അയാൾ കണ്ടുപിടിച്ചു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർടാഗ്. പക്ഷെ അവിടെ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ആ ഒരു പോലീസുകാർക്ക് അയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു എയർടാഗ് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന വ്യക്തി അയാളുടെ സ്വന്തം കാണാതെ പോയ ബൈക്ക് കണ്ടുപിടിച്ചത്. ആപ്പിളിൻ്റെ ഒരു പുതിയ എറയാണ് ഈ പറഞ്ഞ വിഷൻ പ്രോ എന്ന് പറയുന്നത്. ആ ഒരു വിഷൻ പ്രോന് ഒരു ഡെവലപ്പേഴ്സ് കിറ്റ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെവലപ്പേഴ്സിന് ആ ഒരു ഡെവലപ്പേഴ്സ് കിറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ആ ഒരു കിറ്റിൽ തന്നെ നമുക്ക് കുറേയധികം ആപ്പിളിൻ്റെ വിഷൻ പ്രോനെ പറ്റി കുറേയധികം കാര്യങ്ങൾ പഠിക്കാനും അതേപോലെ ചെയ്യാനും ഉണ്ടാകും. സോ ഡെവലപ്പേഴ്സായ ആൾക്കാർക്ക് അതും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തൊരു കാര്യമാണ് നമ്മുടെ ആപ്പിൾ വർക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരാൻ പോകുന്നത് ഒരു ബെസൽലെസ് ആയ ഐഫോണിലാണ്. നമുക്കറിയാവുന്ന പോലെ 15 പ്രോയിലും അത്യാവശ്യം നല്ല സ്ലീക്കായിട്ടുള്ള ഒരു പ്രോ സീരീസ് ആയിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യയിൽ 2 ഒഫീഷ്യൽ സ്റ്റോറാണ് നമുക്കുള്ളത്, ഒന്ന് മുംബൈയിലും 2 ഡൽഹിയിലും. ഇനി ഈ പറയുന്ന ആപ്പിൾ എന്ന് പറഞ്ഞ വലിയ കമ്പനി ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്നും കസ്റ്റമേഴ്സിന് ഹോം ഡെലിവറി റെഡിയാക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ പ്ലാനിങ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് അവരുടെ വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യുന്ന ആ ഒരു സൈറ്റ് മാത്രമല്ല, നമുക്കിനി വീട്ടിലിരുന്നുകൊണ്ട് ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിലും കൂടെ വന്നാൽ ഏറ്റവും കൂടുതൽ ആപ്പിളിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് തെപ്പിയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് താല്പര്യപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക്
ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതല്ല നിങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.